പ്രിയപ്പെട്ടവരെ, ഓണക്കാലമാണല്ലേ. ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ വാക്ക് നൽകിയിരുന്നു. ഏകദേശം 7 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നത്. ഈ മാസം 10-ാം തീയതി മുതൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വാക്കെന്ന് പറയുന്നത്. പക്ഷേ ഓണക്കിറ്റ് വിതരണം ഇതുവരെ നേരാവണ്ണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ലക്ഷം ഓണക്കിറ്റുകൾ വേണ്ടയിടത്ത് റേഷൻ കടകളിലേക്ക് സംസ്ഥാനത്താകെ എത്തിയത് 7000 കിറ്റുകൾ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓണക്കിറ്റ് വിതരണവും താളം തെറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ ഓണക്കാലം എത്തുമ്പോൾ ആ ഓണക്കിറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വയറ്റത്തടിക്കുകയാണോ സംസ്ഥാന സർക്കാർ? നമ്മളോടൊപ്പം PJ അരുൺ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് കിറ്റ് വിതരണത്തിൽ സംഭവിക്കുന്നതെന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. രാവിലെ ഗുഡ് മോർണിംഗ്. കേരളത്തിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷം. കുറച്ച് കാത്തുനിന്ന് എനിക്കറിയാം, പക്ഷേ വിഴിഞ്ഞത്തിന് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് വൈകിയത്. അതിന് ആദ്യമേ ഒരു സോറി അങ്ങ് പറയുന്നു. അരുൺ, അപ്പോൾ കിറ്റ് വിതരണം താളം തെറ്റുകയാണോ അരുൺ? 10-ാം തീയതി തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ റേഷൻ കടകളിലേക്ക് കിറ്റ് എത്തുന്നില്ലേ? മനു, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. ഈ ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഓണം ആഘോഷിക്കുന്നതിനുള്ള കുറച്ച് ഈ എല്ലാം ആവുമെന്നുള്ളതല്ല, പക്ഷേ പ്രധാനപ്പെട്ട ഈ അരി പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ വീട്ടിൽ അടുക്കള ആവശ്യങ്ങൾക്ക് മറ്റ് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊരു കിറ്റായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെല്ലാം വളരെ കൃത്യമായി ആളുകളിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. അതിനാണ് ഇങ്ങനത്തെ ഒരു അലംഭാവം നടക്കുന്നു അലംഭാവം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു ഈ വകുപ്പുകളിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഓണാഘോഷം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയും വകയിരുത്തിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ 53 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യക്കിറ്റിന് ഓണക്കിറ്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ആ സമയത്താണ് ഈ തുക അനുവദിച്ചിട്ടും കൃത്യമായി ഓണക്കിറ്റുകൾ നൽകാതെ ഈ വോട്ടർമാരെയും മറ്റ് പൊതുജനങ്ങളെയും കബളിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അത്തം 10-ന് പൊന്നോണം എന്നുള്ളതാണ്. ഇനി 7 ദിവസങ്ങൾക്കപ്പുറം പൊന്നോണം ആഘോഷിക്കാൻ മലയാളികളെല്ലാം കാത്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റേഷൻ കടകൾ വഴി മഞ്ഞക്കാടുകാർക്കും മറ്റ് ക്ഷേമ സ്ഥാപനങ്ങൾക്കും നൽകിക്കൊണ്ടിരുന്ന കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെല്ലാം വളരെ കൃത്യമായി 16ഓളം ഐറ്റങ്ങൾ ഈ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷ്യക്കിറ്റാണ്. അത് കൃത്യമായി ഉപഭോക്താക്കൾക്ക് അടുക്കലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ കാര്യം. 53 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്, പക്ഷേ ഭക്ഷ്യക്കിറ്റുകൾ എവിടെയെന്നുള്ള ചോദ്യം തന്നെയാണ് ജനങ്ങൾ പ്രധാനമായും ചോദിക്കുന്നത്. അരുൺ, ഈ തുകയൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലോ. അരുൺ, നമ്മൾ സർക്കാർ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് കിറ്റുകൾ വൈകുന്നു, എന്തുകൊണ്ട് കിറ്റുകൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ? നമുക്ക് തൃപ്തികരമായൊരു മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? മനു, ഇതിൽ ഏറ്റവും പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് ഇത് ആലപ്പുഴ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ ഏറ്റവും വലിയ താളം തെറ്റൽ കാണാൻ കഴിയുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഓണക്കിറ്റുകൾ വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. 7 ലക്ഷത്തോളം കിറ്റുകൾ വേണ്ടെടുത്ത് 70,000 കിറ്റുകൾ മാത്രമാണ് പലയിടങ്ങളിലും എത്തിയിട്ടുള്ളത് എന്നുള്ളതിനാണ് ഈ പറഞ്ഞ ജില്ലകളിൽ. അതും പ്രതിഷേധമുയർത്തിയ ഭരണകക്ഷിയിൽപ്പെട്ട MLA മാർ പ്രതിഷേധമുയർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മണ്ഡലങ്ങളിലേക്ക് കുറച്ചായി കിറ്റുകൾ അനുവദിക്കുക എന്നുള്ളൊരു നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള, ഈ കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില സാധനങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതും ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ളത്. ഓണം അടുക്കാനായിട്ട് പോലും ഈ പദാർത്ഥങ്ങളെല്ലാം ഈ കിറ്റിൽ ഉൾപ്പെടുത്തി അത് ഉറപ്പുവരുത്തൽ നടത്താൻ ആയിട്ടില്ല, സംസ്ഥാന സർക്കാരിനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിംഗ്, സപ്ലൈകോയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാക്കിംഗ് നടപടികൾ പൂർത്തീകരിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായ മറ്റൊരു കാര്യം. എന്തായാലും ഈ ഒരു തുണിസഞ്ചി അടക്കം 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റാണ് ഇത്തവണ കാർഡ് ഉടമകൾക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അതിലുള്ള പല കാര്യങ്ങളും ഒഴിവാക്കി ഇന്നലെ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തിരുന്ന കശുവണ്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിലെന്തെല്ലാം സാധനങ്ങളിൽ അളവിൽ കുറവുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവർ പറയുന്നത് നാളത്തോടെ അല്ലെങ്കിൽ 2 ദിവസത്തോടെ തന്നെ ഓണക്കിറ്റ് വിതരണം പൂർത്തീകരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള റേഷൻ കടകളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതുവരെയും അതിൻ്റെ യാതൊരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഉടനടി തന്നെ തുടങ്ങുമെന്ന് പറയുന്നതല്ലാതെ
ഓണത്തിന് 5-6 ദിവസങ്ങൾ, ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരുവോണം ആഘോഷിക്കാൻ വേണ്ടി മലയാളികളുടെ മുന്നിലുള്ളത്. അപ്പോൾ പോലും സാധാരണക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഓണക്കിറ്റ് നൽകാതെ എന്തായാലും സർക്കാർ കബളിപ്പിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആളുകളുടെ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട്. നമ്മൾ ഇന്നലെ കോഴിക്കോടിൻ്റെ തീരദേശ മേഖലയിൽ നിന്ന് ഈ റേഷൻ ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങളെല്ലാം എടുത്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു നടപടി ഉടനടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ മനു. കാരണം എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ഓണക്കിറ്റ് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം വളരെ സാധാരണക്കാരായ ആളുകൾക്കാണ് ഈ ഓണക്കിറ്റ് ലഭിക്കുന്നത്. ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെല്ലാവരും തിരുവോണം ആഘോഷിച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്കെല്ലാം കിറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവർ ഇപ്പോൾ പറയുന്ന ഇവരുടെ ഒരു മറുപടിയൊക്കെ അനുസരിച്ച് ഈ വരുന്ന 2 ദിവസങ്ങളിൽ ഈ കിറ്റ് വിതരണം പൂർത്തീകരിക്കുമെന്നാണ് ഈ ഒരു ഭക്ഷ്യവകുപ്പും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഈ വരുന്ന ദിവസങ്ങളിലെങ്കിലും. കാരണം നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനല്ലേ പറ്റൂ. കാരണം ആർക്കും കിറ്റ് കിട്ടരുതെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ. എന്തായാലും കിട്ടണം, ആളുകൾക്ക് കിട്ടേണ്ട കാര്യമാണ്. അത് ഇനി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു റേഷൻ കടകളിലൂടെ പ്രത്യേക അരിയും, കാരണം സൗജന്യ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന അരിക്ക് 28 രൂപയ്ക്ക് നല്ല അരിയാണ് വിതരണം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല അരിക്ക് 28 രൂപ ഈടാക്കിക്കൊണ്ട് വിതരണം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അരിയും ആളുകൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണക്കിറ്റും ഈ സ്പെഷ്യൽ അരിയും എത്രയും പെട്ടെന്ന് ഉപഭോക്താക്കൾക്ക് അടുക്കലെത്തിക്കട്ടെ. എല്ലാവർക്കും ഓണം ആഘോഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു പരിശോധന തുടരേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി പരിശോധിക്കേണ്ടതായി വരും മനു. തീർച്ചയായും അരുൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അരുൺ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കാണ് ഈ കിറ്റ് ലഭിക്കേണ്ടത്. ഏകദേശം 7 ലക്ഷത്തോളം ആളുകളുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ വന്നിരിക്കുന്നത് 70,000-ഓളം കിറ്റുകൾ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പുതിയ സർക്കാരാണ്, അവരുടെ ആദ്യ ഓണമാണല്ലോ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ആ ആദ്യ ഓണത്തിലെങ്കിലും ആ മനുഷ്യർക്ക് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് അവരുടെ കൈകളിലേക്ക് ഈ കിറ്റുകൾ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ഭരണ സംവിധാനമാണ്, പിന്നെ എന്തൊരു ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിലെ മന്ത്രിമാർക്കും ഈ സർക്കാർ സംവിധാനത്തിനും ഈ നാട്ടിലെ പൊതു മനുഷ്യരോടുള്ളത്? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോവിഡിന്റെ കാലം ഓർക്കുന്നില്ലേ? അന്ന് ഈ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കൾ വേണ്ട എല്ലാ മനുഷ്യർക്കും കിറ്റ് കൊടുത്തൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ സഹായമായി എത്തിച്ചൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ കിറ്റിന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് ആ സർക്കാരിനെ കളിയാക്കിയവരാണ് ഈ പറയുന്ന ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ. എന്നിട്ട് അവർ അധികാരത്തിൽ വന്നപ്പോൾ 7 ലക്ഷം മനുഷ്യർക്ക് പോലും കിറ്റ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവർ എന്ത് ഭരണമാണ് നടത്തുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പറയുന്ന ന്യായം എന്താണ്? പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ പലതും എത്തിയിട്ടില്ല എന്നാണ്. ഈ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ കിറ്റ് മേടിക്കാൻ പോകുന്ന മനുഷ്യനല്ലല്ലോ. അതിനാണല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരും അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരും ഇവിടെ ഇരിക്കുന്നത്. ഇവരൊക്കെ എന്ത് പണിയാണ് പിന്നെ എടുക്കുന്നത്? എന്തിനാണെന്നേ പിന്നെ ഈ പദവികളിൽ വന്നിരിക്കുന്നത്? ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്കത് ഭക്ഷ്യവസ്തുക്കൾ ഇനിയും ലഭിക്കാനുണ്ട് എന്ന്. അപ്പോൾ ഈ 2 മാസം ഇവർ എന്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇതൊന്നും ലഭിക്കാതെ പിന്നെ എന്തിനാണ് 10-ാം തീയതി മുതൽ നിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന പ്രഖ്യാപനം നടത്തിയത്? ഇത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? ആന കൊടുത്താലും സാറേ ആശ കൊടുക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അതാണ് നമുക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്. വെറുതെ മനുഷ്യനെ കബളിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇനിയെങ്കിലും ആ കിറ്റ് വിതരണം പൂർത്തിയാക്കൂ. ഓണത്തിന് മുൻപെങ്കിലും ആ കിറ്റ് വിതരണം പൂർത്തിയാക്കി ആ മനുഷ്യരെ കൂടി ഓണം ആഘോഷിക്കാൻ ഒന്ന് ഇടപെടൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓരോ ദിവസവും നമ്മൾക്കിങ്ങനെ ഇവരെ പല കാര്യങ്ങളിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. അത്രമാത്രം ഉത്തരവാദിത്തരഹിതമായി പെരുമാറുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനവുമാണ് നമ്മൾ ഈ പോയ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു.